എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷൻ? വെൽത്ത് ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു സാറേ. അടിപൊളിയായിരുന്നു. അടിപൊളി. ഓക്കെ, സോ നിങ്ങൾ പല ആൾക്കാരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ലല്ലോ. ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ. എന്റെ വോയിസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ ഇവിടെ? അതെ സാറേ, കേക്കാം. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, സോ എല്ലാ ആൾക്കാരും മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ മോഡിലേക്ക് വന്നേ. ഞാൻ ഇതിനു മുമ്പും സെഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളത് അല്ലേ? സോ മാക്സിമം എല്ലാ ആൾക്കാരും ഒന്ന് വീഡിയോ മോഡിലേക്ക് വന്നേ. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ്സ് ഞാൻ തരാം. ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് നിങ്ങളൊന്ന് സെറ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, ഒരു പെൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്? ആർക്കും അറിയാം? ആർക്കും അറിയില്ല? ആരും ഗ്രൂപ്പ് ഒന്നും നോക്കാറില്ലേ? പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. യെസ്, വെരി ഗുഡ്. ദെൻ നമുക്ക് അത്രയും നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടി ഇരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എല്ലാ ആൾക്കാരും ഞാൻ 2 മിനിറ്റ്സ് കൊണ്ട് ടൈം തരാം. മാക്സിമം എല്ലാ ആൾക്കാരും ഒന്ന് വീഡിയോ മോഡിലേക്ക് വരാം കേട്ടോ. ഉം. ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ 3 ആൾക്കാർ മാത്രമേ വീഡിയോ ഓൺ ചെയ്തിട്ട് കാണുന്നുള്ളൂ. നിങ്ങൾ എനിക്ക് കാണാത്തത് കൊണ്ടാണോ? ഓക്കെ, സോ നമ്മുടെ സെഷൻ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? അറിയോ നിങ്ങൾക്ക്? ക്ലാസ് കാണുന്നുണ്ട്. ഓക്കെ, ക്ലാസ് കാണുന്നുണ്ട്. ബട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ മോഡിൽ വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ സാർ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാധനം. ഓക്കെ, സോ മാക്സിമം നിങ്ങൾക്ക് തീരെ ഓൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് നിങ്ങൾ ഓൺ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, സെഷൻ കേട്ടാൽ പോരെ, ഞാൻ കടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും ഡ്രൈവിംഗിലാണെങ്കിലും വാട്ടവർ ഇറ്റ് ഇസ് ഞാനത് കേട്ടാൽ പോരെ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു പണി നിങ്ങളവിടെ മാറ്റി വെച്ച് ഒരു 2 മിനിറ്റ്സ് ടൈം എടുത്ത് ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഓക്കെ ആയി വന്നിട്ട് വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, അതിന്റെ ഇമ്പാക്ട് അങ്ങനെ ഓൺ ചെയ്തിരുന്നാലുള്ള ഇമ്പാക്ട് എന്താന്നുള്ളത് ഞാൻ മുന്നത്തെ എൻ്റെ സെഷൻ കണ്ടവർക്കൊക്കെ അറിയാം. ഞാൻ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഡിലേ ആക്കുന്നില്ല. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്? അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആർക്കും അറിയാം? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സ്. ഓക്കെ, അതതിന്റെ മലയാളം വേർഡാണ്. സോ ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ചിന്തിച്ചു വെച്ചൊരു കാര്യം ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു വെച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാനിത് പറഞ്ഞുതരും. ബട്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള കാര്യം അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തോ ആയിക്കോട്ടെ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്താണ്, നമുക്ക് എത്ര തരം മനസ്സുണ്ട് ശരിക്കും പറഞ്ഞാണെങ്കിൽ? രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട്, ബോധ രണ്ട് മനസ്സും തരം. ഉപബോധ മനസ്സും. 2 തരത്തിലുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ? Yes. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ടോട്ടല് 4 തരത്തിലുള്ള മനസ്സുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബോധ മനസ്സാണ്. ഓക്കെ, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. ടോട്ടൽ 4 തരത്തിലുള്ള മനസ്സാണ് നമുക്കുള്ളത്. ഇതിൽ ഈ സൂപ്പർ കോൺഷ്യസും അതുപോലെ തന്നെ അൺകോൺഷ്യസും അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് മെയിൻലി വേണ്ട എന്താണ്? കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് മൈൻഡും.
സബ് കോൺഷ്യസ് മൈൻഡ്, യെസ്, വെരി ഗുഡ്. സോ ഇതിനെക്കുറിച്ച് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? ആണെങ്കിൽ യെസ് യെസ് എല്ലാവരും സർ. റെഡി ആൻഡ് യെസ് എക്സൈറ്റഡ് യെസ്. ആർ എന്ന് കമന്റ് ചെയ്തേ. എനിക്കിവിടെ നിങ്ങളെ റെസ്പോൺസ് ഒന്നും അങ്ങനെ കാണുന്നില്ല. സോ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യും. നിങ്ങൾ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ലൈഫ് ഇമ്പാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതെങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അത് റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും എന്ന് കമന്റ് ചെയ്യാം. Yes, ready, sir. ഓക്കെ, റെഡിയാണ് അല്ലേ? Yes. ഓക്കെ, വെരി ഗുഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ 4 മനസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കുന്ന 2 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നതും നമ്മുടെ ലോജിക് പരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഇപ്പൊ എന്റെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതും ഞാൻ സെഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. മറിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു 24/7 ഓട്ടോ പൈലറ്റ് മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ Clear. സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റ് ബിലീഫും അതുപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസ്, മെമ്മറീസ്, ഹാബിറ്റ്സ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ സ്റ്റോർഡ് ആവും. എന്നിട്ട് നമ്മുടെ ഡിസിഷൻസിനെയും നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ എൻറ്റയർ തോട്ട്സിനെയും ഇത് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പണി എന്ന് പറയുന്നത്. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ പാസ്റ്റ് ട്രോമാസ്, അതുപോലെ തന്നെ നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ഹാബിറ്റ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർഡ് ആവും. നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം. സോ ഇത് ഓൾറെഡി നമ്മുടെ ഉള്ളിലേക്ക് സ്റ്റോർഡ് ആയിട്ട് എന്നിട്ട് നമ്മുടെ ഡിസിഷൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ തോട്ട്സിനെയും എൻറ്റയർലി കാര്യത്തിന്, നമ്മുടെ ഫ്യൂച്ചറിലെ എൻറ്റയർലി കാര്യത്തിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മെയിൻലി ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? Yes. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു ബോട്ടിൽ കാണുന്നുണ്ടോ? എല്ലാവരും ബോട്ടിൽ കാണുന്നുണ്ടോ? യെസ് സർ. കാണുന്നില്ലേ? യെസ് കാണുന്നുണ്ട്. യെസ് ഓക്കെ, യെസ്. സോ ഈ ബോട്ടിലുള്ള ഈ ഒരു ഇത് ടോട്ടൽ 100% നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു 5% ആണ് അല്ലേ? ഈ ഒരു 5% മാത്രമാണ് നമ്മൾ ഇപ്പൊ കാണുന്നില്ല, നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്ന ലോജിക് പരമായിട്ട് ചിന്തിക്കുന്ന നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഇതിലുള്ള 95%ഉം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ Yes. പറ്റും? ഈ ഒരു ഇത്രയും പോർഷന് ഇതിന് സബ് കോൺഷ്യസ് മൈൻഡ് ആണ്. ഈ ഒരു ഇത്ര പോർഷൻ മാത്രമാണ്, ഈ ഒരു ടോപ്പുള്ള ഒരു പോർഷൻ മാത്രമാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺഷ്യസ് മൈൻഡ് എന്തിനാണ് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ബോട്ടിലിന്റെ ടോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ? എന്തിനു വേണ്ടിയിട്ടാണ്? ടോപ്പിന്റെ പ്രയോറിറ്റി എന്തിനാണ് ബോട്ടിലിന്? അത് വീഴാതിരിക്കാൻ. എടുക്കാതൊക്കെയാണ്. അതില് പൊടിപടലങ്ങളൊന്നും വീഴാതിരിക്കാൻ അല്ലേ? Yes. നമ്മളത് ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വന്ന് അതിൽ വീകും അല്ലേ? സോ ചില സമയത്ത് നമുക്കത് ഉപയോഗശൂന്യമാവും. അതിനുള്ളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗശൂന്യമാവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് യൂസ് ചെയ്യുന്നത് അല്ലേ? സെയിം ആണ് നമ്മുടെ മൈൻഡ് നമ്മുടെ കാര്യത്തിൽ എടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു കോൺഷ്യസ് മൈൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ 95% ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഗാർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈൻഡാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ബോട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഒരു കോൺഷ്യസ് മൈൻഡ് ഇതില്ലാന്ന് വിചാരിച്ചോ, ഇവിടെ എന്ത് സംഭവിക്കും? എല്ലാ കാര്യങ്ങളും പൊടിപടലങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്ന് വീകൂലേ? വീകും, ഡയറക്റ്റ്ലി വന്ന് വീകും. ഈ കോൺഷ്യസ് മൈൻഡ് ഇവിടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തട്ടി തിരിച്ചു പോകും അല്ലെ? ഒന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തൂല. എല്ലാം ഈ കോൺഷ്യസ് മൈൻഡിന്റെ ഈ ഒരു ബോർഡറിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിമിൽ തന്നെ എല്ലാം വന്ന് സ്റ്റോപ്പ് ആവും അല്ലേ?
സോ ഈ രീതിയിലുള്ള സെയിം സിറ്റുവേഷൻ ആണ് നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിൽ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മൈൻഡ് ഒരു ഗാർഡായിട്ട് വർക്ക് ചെയ്യാണ്, ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറയുമ്പം ഒരു 0 to 8 years എടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചിട്ട് ഒരു 8 വർഷത്തിനുള്ളിൽ എടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാവില്ല. ഈ ടോപ്പ് നമുക്ക് ഉണ്ടാവില്ല. ടോപ്പ് എന്താണ്? എന്താണ് ഈ ടോപ്പ്? ഇതിലൊന്നും വരാതെ കിടക്കാൻ വേണ്ടിട്ട് ടോപ്പ് ഉപയോഗിക്കുന്നു. ഈ ടോപ്പ് നമ്മുടെ ലൈഫിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ടോപ്പ് എന്തിനെ കുറിച്ചായിരുന്നു ഞാൻ സിമിലർ ആയിട്ട് Conscious. പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോൺഷ്യസ് മൈൻഡ്. ഒരു 0 to 8 വർഷം മുതൽ എടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പ് നമുക്ക് ഉണ്ടായിരിക്കില്ല. കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കില്ല. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡാണ് ഉണ്ടാകുക. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും വന്ന് വീഴുന്നുണ്ടാകുക. എന്ത് കാര്യമാണ് നല്ലതാണെന്നിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല കാര്യമാണെങ്കിലും ചീത്ത കാര്യമാണെങ്കിലും ഡയറക്ട്ലി വന്ന് വീഴുന്നുണ്ടാകുക സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും. ബിക്കോസ് ഇതിനൊരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഗാർഡ് ഇതിനില്ല. ആ ഒരു ടൈമിൽ 8 വർഷം മുതൽ ഏകദേശം ഒരു 13 വർഷം വരെ ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു പില്ലർ പോലെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കോൺഷ്യസ് മൈൻഡ് വരാൻ തുടങ്ങും. എന്നാലും അത് നല്ല രീതിയിൽ എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കില്ല. ഈ 8 വയസ്സ് വരെ നമ്മൾ എന്ത് കാര്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുവോ, എന്ത് കാര്യം നമ്മളിലേക്ക് വരുന്നുവോ അത് ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലാണ് വന്ന് വീഴുന്നത്. അതാണ് ചെറുപ്പത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കാൻ കാരണം. ചിലപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഓർത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിയതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വഴക്ക് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ വീക്ക് ആക്കുന്ന രീതിയിൽ നമ്മളെ ഭയങ്കര പരിഹസിച്ചതാവാം. വാട്ട് എവർ ഇറ്റ്സ്, എന്തോ ആയിക്കോട്ടെ. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും തോന്നുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇവർ പരിഹസിച്ച കാര്യങ്ങളൊക്കെ, ഇവർ കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ആൾക്കാർ വഴക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ട്ലി വന്ന് വീഴുന്നത്, ഇതൊക്കെ വന്ന് അടഞ്ഞിരിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. ക്ലിയർ ആണോ? Yes. ക്ലിയർ ആണ്. സോ എന്ത് സംഭവിക്കും? ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ വന്ന് വീഴുന്ന, ചെറുപ്പത്തിൽ നിങ്ങളുടെ സമയത്ത് നല്ല കാര്യങ്ങളാണ്, ഒരുപാട് തേനും പാലും അതുപോലത്തെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് ഈ ഒരു ബോട്ടിലേക്ക്, ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന് വീഴുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറും അതിനനുസരിച്ചിട്ട് ബ്രൈറ്റ് ആവും. മറിച്ച് ഈ ഒരു ബോട്ടിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് വഴക്കുകളും പരിഹസിക്കലും ഒരുപാട് മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുക ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളും നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് ചോദിക്കുക, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു 0 to 8 years ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നോ കിട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരുന്നോ? നിങ്ങളുടെ ബോട്ടിൽ എന്ന് പറയും, നിങ്ങളുടെ സബ് കോൺഷ്യസ് നെഗറ്റീവ്. മൈൻഡ് ബോട്ടിൽ നിന്നുള്ളത് ഭയങ്കര പാലും തേനൊക്കെ പോലെ രീതിയിലുള്ള ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഭയങ്കര അഴുക്കുചാലൊക്കെ പോലെയുള്ള ഭയങ്കര വൃത്തികേടായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹസങ്ങളും ഒരുപാട് മറ്റുള്ളവരുടെ വഴക്കുപറലൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? എന്തായിരിക്കും? കളിയാക്കലാണ്? രണ്ടുമുണ്ട്? നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും നെഗറ്റീവ് കേട്ടത്. കാര്യങ്ങളാണ്. ഓക്കെ. സോ നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരിക്കലും ഓക്കെ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇവിടെ കമന്റിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ പോസിറ്റീവ് ആണെന്ന്, ബട്ട് എനിക്ക് നെഗറ്റീവ് ആണല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പൊ ഹീൽ ചെയ്തു, ഓക്കെ, വെരി ഗുഡ്. ദെൻ ബാക്കി എല്ലാ ആൾക്കാരും കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ കമന്റ് ചെയ്തോളൂ. നമ്മൾ വെറുതെ ഇരിക്കാം, നമ്മൾ കേട്ടോളാം, നമ്മൾ ക്ലാസ് കേൾക്കാൻ വന്ന ആൾക്കാരാണ് എന്നൊന്നും ചിന്തിക്കരുത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത്, ഒരു കമാൻഡ് പറയുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യുക, നിങ്ങളത് ചെയ്യുക കേട്ടോ. ബോത്ത് എനിക്കിത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏകദേശം എത്രത്തോളം നിങ്ങൾ ഹീൽ ആവാനുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ബെനിഫിറ്റ് ആവും എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പരിഹാസം. ഈ FTയിൽ കയറിയതിന്റെ ശേഷമാണ് മനസ്സിലായത് ഉം ഞാൻ ആരാണെന്ന്. എന്നെ മനസ്സിലായത് ഈ കയറിയതിന്റെ ശേഷമാണ്. ഓക്കെ, പിന്നെ കയറിയ ശേഷമാണ് മനസ്സിലായിട്ടുള്ളത് അല്ലേ? ഹീലായോ? എന്നിട്ട് ഹീൽ ചെയ്യുന്നുണ്ടോ ഇപ്പം? ഹീൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക 2 വർഷമായിട്ട്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. സാർ രണ്ടും ഉണ്ടെങ്കിൽ
ഇത് ബാക്കി എന്താണ് കമന്റ് കിട്ടിയിട്ടില്ല എനിക്ക്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാർ ചിലപ്പോൾ നമുക്കത് അറിയാത്തതായിരിക്കണം. നമ്മുടെ ഭൂരിപക്ഷം ആൾക്കാരുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെ ചെറിയ തമാശക്ക് പോലും നമ്മുടെ പാരൻസ് നമ്മളോട് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ പോകുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, വാട്ട് ഇറ്റ് ഇസ്, ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുള്ള ചെറിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലായിക്കോട്ടെ, നീ പൊട്ടനാണ്, അല്ലെ നീ മണ്ടനാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ചെറിയ കുട്ടീനോട് വളരെ തമാശയായിട്ട് നമ്മൾ പറയുന്ന കാര്യമായിരിക്കും ആ സമയത്ത്, അല്ലേ? ആ ഒരു സമയത്ത് പോലും ആ ചെറിയ കുട്ടി എന്നുള്ള രീതിയിലുള്ള നമ്മൾ, കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്ത, ലോജിക്കലി ചിന്തിക്കാൻ അറിയാത്ത നമ്മൾ ഇത് ഡയറക്റ്റ്ലി എടുക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. ബിക്കോസ് നമ്മളത് വിശ്വസിക്കുകയാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല, ഒരു കാപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത സംബന്ധിച്ചിടത്തോളം സബ് കോൺഷ്യസ് മൈൻഡിന് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കോൺഷ്യസ് മൈൻഡ്, ഈ ഒരു 0 to 8 ഇയേഴ്സിൽ നമുക്ക് നമ്മുടെ ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഒരു മൈൻഡാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺഷ്യസ് മൈൻഡ് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, നമ്മളെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ കുട്ടിക്ക് ആ ഒരു കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ പോലും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരിഹാസങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരിഹാസങ്ങളായിക്കോട്ടെ, ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് കടക്കുന്നുണ്ടാകുക. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം കടന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോർഡ് ആവും. അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. നമുക്കത് ഓർമ്മയില്ലാത്തത് കൊണ്ടാവാം. നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മളത് ഓർത്തെടുക്കും. അതിന്റെ റൂട്ട് കോസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓർത്തെടുക്കും. ബട്ട് ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ തോട്ട്സിനെയും അതുപോലെ തന്നെ ഡിസിഷൻസിനെയും നമ്മുടെ ആക്ഷൻസിനെയും ഓട്ടോ പൈലറ്റ് ആയിട്ട് നമ്മൾ പോലും അറിയാതെ ഇത് എഫക്റ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് മെയിൻലി സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ് സാർ. ഓക്കെ, ഞാൻ Yes, പറയുന്നതിന്റെ sir. ഇടയ്ക്ക് Yes. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് Yeah, right. ചോദിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ സോ നമ്മുടെ സബ് കോൺഷ്യസ് Okay. മൈൻഡിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് അപ്പൊ അങ്ങനെ ആകുമ്പോ ഏതൊരാൾക്കും ചൈൽഡ്ഹുഡിലുള്ള ട്രോമാസ് ഉണ്ടാവുന്ന ഉറപ്പാണല്ലോ അല്ലെ? 8 തീർച്ചയായിട്ടും വയസ്സ് വരെ. definitely. നമുക്ക് 0 to 8 ഇയേഴ്സ്, ഏകദേശം 0 to 13 വർഷം എന്നാണ് അതിന്റെ കണക്ക്. 0 to 8 എന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡ് തീരെ ഉണ്ടാവില്ല ആ ഒരു സമയത്ത്. അപ്പൊ ഡയറക്ട്ലി എന്ത് വന്ന് വീണാലും ഡയറക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോട്ടിലിന് ടോപ്പ് ഇല്ല നേരിട്ട് ഉള്ളിലേക്ക് എന്നുണ്ടെങ്കിൽ ചെല്ലും. ഡയറക്റ്റ് വീഴുന്നത് വന്നിട്ട് ബോട്ടിലിന്റെ ഉള്ളിലേക്കല്ലേ? ഇത് നല്ലത് Yes. വന്ന് വീണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആവും. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പരിഹാസങ്ങളാണ്, കുറ്റപ്പെടുത്തലാണ്, ഇതൊക്കെ വന്നിട്ട് നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ അതിനനുസരിച്ചിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പം നമുക്കോ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാര്യം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു പാരന്റിങ് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് അറിയുന്ന ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ, അല്ലേ? നമ്മുടെ പാരന്റ്സിന് ഇതൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവരോട് തമാശക്ക് പോലും നീ ഒരു പൊട്ടനാണ്, നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർഡ് ആയിട്ട് ഭാവിയിൽ അവരുടെ കോൺഫിഡൻസിന് ഇത് ബാധിക്കും എന്ന് അന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ബട്ട് നമുക്കിത് അറിയാം, നമ്മളിത് പഠിക്കുന്നുണ്ട്, അല്ലേ? സോ നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ മക്കളോട് ബിഹേവ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡ് എന്താന്ന് പറഞ്ഞു, കോൺഷ്യസ് മൈൻഡ് എന്താന്ന് പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റീവയറിങ് ചെയ്യാൻ പറ്റുക? റീവയറിങ് ചെയ്യൽ പോസിബിൾ ആണോ? നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് എത്തിയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പരിഹസിച്ചതായിക്കോട്ടെ, ആൾക്കാരെ കുറ്റപ്പെടുത്തിയതായിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് റീവയറിങ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കിത് റിലീസ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാൻ, ഹീൽ ചെയ്യാൻ പോസിബിൾ ആണോ? നമുക്ക് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് Possible പോസിബിൾ ആണ്. ആവുന്നത്? ഇതിനൊരു സയന്റിഫിക് വശങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഈ ഒരു സംഭവം പോസിബിൾ ആവുമ്പോൾ നമ്മുടെ ബ്രെയിനിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിന് നമുക്ക് പറയുന്ന ഒരു പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടിട്ടില്ല സാർ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, സാർ അതിന്റെ പേരൊന്നും പറയാം. ഇപ്പൊ പറഞ്ഞത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി.
നിങ്ങൾ കമന്റിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുക, ഡൗട്ട് ചോദിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും, പറയാൻ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യാതൊരുവിധ റെസ്പോണ്ടും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് അതിൽ ഒതുങ്ങിപ്പോവും. സോ മാക്സിമം ഇതുപോലത്തെ നോളജ് നിങ്ങൾ ഗ്രാബ് ചെയ്തെടുക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് നമ്മുടെ ആ ഒരു മോർണിംഗ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി. ഹായ് റഫീഖ് സാർ, ഗുഡ് മോർണിംഗ്. ലേറ്റ് ആണല്ലോ. ഇല്ല സാർ, ഗുഡ് മോർണിംഗ്. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഓക്കെ. ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എമർജൻസി ആണ്. ഓ സാർ, ഒരു ഡൗട്ട് വേണ്ടിയിട്ടാണ് ഞാൻ. ഓ നമുക്ക് ഷുവർ. നമുക്ക് ഇതിന്റെ ഒരു ഇത്രയും സീരിയസ് ആണ് ഈ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ പ്രോബ്ലംസ്, ഇത്രയും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയാം. ചില കുട്ടികളെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ അവരുടെ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുന്നറിയാം. പക്ഷെ ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യം ഈ ഒരു ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഞാൻ ഓണാക്കി ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ, എന്റെ കുട്ടിയുണ്ട്, 7 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അറിയാണ്ട് അവരോട് നമ്മൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഫ്യൂച്ചറിൽ ഇതൊരു പ്രശ്നം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ സംഭവിച്ചു പോയി. അപ്പൊ ഇനി നമ്മൾ പാരന്റ് എന്നുള്ള ലെവലിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് കൂടുതൽ നമ്മൾ അനുഭവിച്ച ആ വേദന അവരൊരിക്കലും അനുഭവിക്കാൻ പാടില്ല. അപ്പോ അതിനു വേണ്ടിയിട്ടൊരു ഒരു എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരണം സാർ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളത് ഭയങ്കര സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ആസ് എ പാരന്റ് എന്ന രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ട്രോമ, നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഓവർ തിങ്കിങ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഒരു കാര്യത്തിനോട് ഇറങ്ങുമ്പോഴും റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയുള്ള ആൾക്കാരായിരിക്കും, അല്ല ഒരു കാര്യത്തിനോടും കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറണമെങ്കിൽ ഭയങ്കര പേടിയുള്ള ആൾക്കാരായിരിക്കും, അല്ലെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഇതിന്റെയൊക്കെ റൂട്ട് കോസ് നമ്മൾ തേടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ട് ചൈൽഡ്ഹുഡ് സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിൽ നമ്മളോട് നമ്മുടെ പാരന്റ്സ് പറഞ്ഞതായിക്കോട്ടെ, നമ്മുടെ വീട്ടുകാർ പറഞ്ഞതായിക്കോട്ടെ, ഇതിൽ കൂടുതലും കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ്ഹുഡ് 0 to 80s കൂടുതലും നമുക്ക് ട്രോമ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയുടെ കയ്യിൽ നിന്നല്ലേ നമ്മുടെ അമ്മയുടെ കയ്യിൽ നിന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആ ഒരു കുട്ടിയായിട്ട് അത്രയും കണക്ഷൻ ഉള്ള ആളെന്ന് പറയുന്നത് ഉമ്മയാണ് അല്ലേ. സോ അവരെത്രത്തോളം ആ കുട്ടീനെ കെയർ ചെയ്യുന്നുവോ എത്രത്തോളം അവർക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. വെറുതെ നിൽക്കുന്ന സമയത്താണെങ്കിലും പോലും റിപ്പീറ്റഡ് നീ ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിൽ അവരൊരു ചെറിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു ഒരു ഒരു പേപ്പറിൽ അവരെന്തെങ്കിലും ഒരു ചിത്രങ്ങൾ വരച്ചു വന്ന സമയത്ത് നമ്മൾ എന്തോ ഫോണിൽ നോക്കുന്ന സമയത്ത് റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഇവർ വന്നിട്ടുണ്ടാകുക. അപ്പൊ നമ്മൾ ഭയങ്കര തിരക്കിലായതുകൊണ്ട് നമ്മൾ പറയും ഓക്കെ കുഴപ്പമില്ല നീ അവിടെ വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവരെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും, ഞാനിത് ഫോണിൽ നോക്കുന്ന കാണുന്നില്ല, ഈ സമയത്താണ് നീ ഇത് വന്നിട്ട് എനിക്ക് കൊണ്ടുതരുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാകാം. അപ്പൊ അവരുടെ മൈൻഡിൽ ആ ഒരു തോട്ട് പോവാന്ന് പറയുന്നത് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്ത സമയത്ത് എനിക്കതിന് റിവാർഡ് കിട്ടിയിട്ടില്ല, എൻ്റെ പാരൻസിനോട് ഞാൻ പോയ സമയത്ത് എനിക്ക് അതിന് കറക്റ്റായിട്ടുള്ള റിവാർഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ, അത് മാത്രമല്ല എനിക്ക് കുറ്റപ്പെടുത്തലാണ് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ചെയ്യണമെന്നില്ല, ഞാൻ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കണമെന്നില്ല, പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നില്ല, ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് അവിടെ ബിൽഡ് ആവും. മറിച്ച് നിങ്ങൾ അവർ ചെയ്ത സാധനം നിങ്ങളൊന്ന് കണ്ട് അതൊന്ന് നോക്കിയിട്ട് പറയണം, എൻ്റെ കുട്ടി അടിപൊളിയാണല്ലോ, എന്ത് രസമായിട്ട് കുട്ടി വരച്ചേക്കുന്നത്, എൻ്റെ കുട്ടിക്ക് നല്ല സ്കില്ലുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കോംപ്ലിമെന്റ് നിങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു കുട്ടിയുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർഡ് ആവുകയും അപ്പൊ ആ കുട്ടിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെനിക്ക് റിസൾട്ട് കിട്ടും, അതിനെനിക്ക് റിവാർഡ് കിട്ടും എന്നുള്ള രീതിയിൽ ആ ഒരു ബ്രെയിനിലേക്ക് ആ ഒരു കാര്യം സ്റ്റോർഡ് ആവുകയാണ്. ക്ലിയർ ആണോ? എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ രീതിയിലേക്ക് ആ കുട്ടിയുടെ പോകും. ഓക്കെ, പറഞ്ഞോ, എന്തായിരുന്നു മാം? ഞാൻ പറഞ്ഞതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതാണ്. ഇത് ചെറിയൊരു കാര്യങ്ങൾ പോലും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ചൈൽഡ്ഹുഡിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ തമാശക്ക് പറയുന്നതായിരിക്കും നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളത്. സാർ റൂട്ട് കോസ് എങ്ങനെ കണ്ടെത്താം? റൂട്ട് കോസ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ EFTയിൽ ജോയിൻ ചെയ്യണം. EFTയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ടാപ്പ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി. റൂട്ട് കോസ് കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് ഹീൽ ചെയ്യണം നമ്മുടെ ലൈഫിൽ നിന്നും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സ്റ്റേജ് ഫിയറിന്റെ കാര്യങ്ങൾ എടുത്തോ, ചില ആൾക്കാർക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? അവരെപ്പെങ്കിലും സ്റ്റേജിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ എത്ര ആയിക്കോട്ടെ, ചിലപ്പം 13 വയസ്സ് തന്നെ ആവണമെന്നില്ല, ചിലപ്പം ഈ 13 വയസ്സുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോൺഷ്യസ് മൈൻഡ് പ്രോപ്പറായിട്ട് ഗാർഡായിട്ട് വർക്ക് ചെയ്യാത്ത സമയമാണ്. അതിന് ശേഷമുള്ള ടൈമിലേക്കാണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ വരും. എങ്ങനെയാണ് വരിക? 2 തരത്തിലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം സ്റ്റോർഡ് ആകുക. ഒന്നെന്ന് പറയുന്നത് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ്,
നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് വെച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയാണ്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറയുകയാണ് നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, നിന്നെ കൊണ്ട് സംസാരിക്കാൻ പോലും മര്യാദക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനത് ഭയങ്കര വിഷമത്തോടെയാണ് ഫീലായിട്ടാണ് ഞാനത് എടുക്കുന്നതെങ്കിൽ എൻ്റെ കോൺഷ്യസ് മൈൻഡിൽ നിന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉള്ളിലേക്ക് പോകും. പിന്നീട് എനിക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എനിക്ക് ഇവൻ പറഞ്ഞ കാര്യം എനിക്ക് ട്രിഗർ ആവും. ഇവൻ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള കാര്യം. ആരെ മ്യൂട്ട് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു കാര്യം അവിടെ ട്രിഗർ ആവും. അതാണ് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? റിപ്പീറ്റഡ് തോട്ട്സ് ആണ്. നമ്മളോട് ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മളോട് തന്നെ പറഞ്ഞതായിക്കോട്ടെ, മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങളോട് പറയാണ്, എല്ലാ ദിവസവും നിങ്ങളോട് ഒരാൾ പറയാണ് നീ തീരെ കോൺഫിഡൻറ്റ് ഇല്ലാത്ത വ്യക്തിയാണ്. രണ്ടാമത്തെ ദിവസം അവർ നിങ്ങളോട് പറയാണ് നീ തീരെ കോൺഫിഡൻറ്റ് ഇല്ലാത്ത വ്യക്തിയാണ്. ചിലപ്പോൾ അവർ തമാശക്ക് പറയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ റിപ്പീറ്റിൽ ഒരു 10-20 ദിവസങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ അങ്ങനെ ആയിത്തീരും. നിങ്ങൾ നല്ല കോൺഫിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു തോട്ട്സ് കേട്ട് സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സാധനം, ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ആ ഒരു കാര്യം ബിലീവ് ചെയ്യും, അത് വിശ്വസിക്കാൻ തുടങ്ങും. അത് അവർ പറയുന്നതായിക്കോട്ടെ, നമ്മളോട് പറയുന്നതായിക്കോട്ടെ, അതിനാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമ്മളിപ്പം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം നമുക്ക് ഏകദേശം 60,000 മുതൽ 70,000 വരെ തോട്ട്സ് ആണ് വരുന്നത്, അല്ലേ? ഇതിൽ 80% ചിന്തകൾ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് ഗ്രാജുവലി ഷേപ്പ് ആവുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫ് പോസിറ്റീവിലേക്കാണോ നെഗറ്റീവിലേക്കാണോ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണോ, എന്നെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, എൻ്റെ ക്വാളിറ്റീസ് എന്താണ്, ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ചിലപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് അല്ല എന്നുള്ള രീതിയിലായിരിക്കും, അല്ല എനിക്കൊന്നിനും കഴിവില്ലാത്ത വ്യക്തിയാന്നുള്ള രീതിയിലായിരിക്കും, അല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുകയും പിന്നീട് നമ്മുടെ ആക്ഷൻസും ഡിസിഷൻസും ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, നമ്മൾ അതിനായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ ആണോ? യെസ് സാർ. നമ്മൾ പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കോളല്ലോ സാറേ. എങ്ങനെ? നമ്മൾ എന്താണോ പറയുന്നത് അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അനുസരിക്കുക, കേൾക്കുക. നമ്മൾ എന്താണോ റിപ്പീറ്റഡ്ലി നമ്മളോട് തന്നെ പറയുന്നത് അതാണ് നമ്മുടെ സബ് കോൺഷ്യസ്. നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുന്നതാവാം, നമ്മൾ കേൾക്കുന്നതാവാം, നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമായി മാറും. എന്താണ് ബിലീഫ് സിസ്റ്റം? നമ്മുടെ ഗ്രൂപ്പ് ഓഫ് തോട്ട് റൂൾസിനെയാണ് നമ്മൾ ബിലീഫ് സിസ്റ്റം എന്ന് പറയാം, അല്ലെ? ഒരുപാട് ചിന്തകളുടെ ഒരു കൂട്ടം നിയമത്തിനെയാണ് നമ്മൾ ബിലീഫ് സിസ്റ്റം എന്ന് പറയാം. ഇത് ബിലീഫ് സിസ്റ്റം ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ആക്ഷൻസും ഡിസിഷൻസും എൻ്റെ കാര്യങ്ങൾ ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരിക. ക്ലിയർ? ക്ലിയർ ആണ്? സബ് കോൺഷ്യസ് മൈൻഡ് എന്താന്ന് നമ്മൾ പറഞ്ഞു, കോൺഷ്യസ് മൈൻഡ് എന്താന്ന് പറഞ്ഞു. സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇത് നമുക്കിനി റീവയറിങ് ചെയ്യണ്ടേ? നമ്മുടെ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ലൈഫിൽ എന്ത് കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും, എന്ത് നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് റീവയറിങ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നെഗറ്റീവായിട്ടുള്ള ഒരു ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിന്റെ പേരിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്രെയിനിൽ ഏകദേശം 86 ബില്യൺസ് ന്യൂറോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ ന്യൂറോൺസും മറ്റ് ആയിരക്കണക്കിന് ന്യൂറോൺസും ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു ന്യൂറോൺസ് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്തോ, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്തോ, പുതിയൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്തോ, ഈ ഒരു പുതിയൊരു ന്യൂറോൺസ് അവിടെ രൂപപ്പെടുകയും ഒരു പുതിയ ന്യൂറോൺസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു ന്യൂറോൺസ് ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും, പുതിയൊരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു കാര്യം തന്നെ നമ്മൾ പുതിയൊരു കാര്യം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് മുതൽ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഇന്ന് ഈവനിങ് മുതൽ ജിമ്മിൽ പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പുതിയൊരു ന്യൂറോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ന്യൂറോൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മളത് റിപ്പീറ്റഡ്ലി, ഞാൻ നാളെ ജിമ്മിൽ പോവാണ്, ഞാൻ മറ്റന്നാളെ ജിമ്മിൽ പോവാണ്, അതിന്റെ പിറ്റേ ദിവസം ഞാൻ ജിമ്മിൽ പോവാണ്, ഞാൻ റിപ്പീറ്റഡ്ലി ഞാൻ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു ന്യൂറോൺസിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവും, ആ ഒരു ന്യൂറൽ പാത്വേയുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ആവും.
സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 10-20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം നമ്മളൊരു 90 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂറൽ പാത്വേ അവിടെ സ്ട്രോങ് ആവുകയാണ്. അത് ഒരു ഹാബിറ്റ് ആയിട്ട് മാറുകയാണ്. ഹാബിറ്റ് ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കാം? ഒരു കാര്യം നമ്മുടെ ഹാബിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു കാര്യം ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മളത് ചെയ്യും, അല്ലേ? നമ്മൾ മോർണിംഗ് നമ്മൾ എപ്പോഴും നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് വെറീഡ് ആവുമോ അല്ലെങ്കിൽ കൺസേൺ ആവുമോ അല്ലെങ്കിൽ എപ്പോഴും മറന്നു പോവോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ബ്രഷ് ചെയ്യാൻ മറന്നു നോക്കുന്നുണ്ടോ എപ്പെങ്കിലും? ഇല്ല. ഇല്ല. എത്ര തിരക്കായിക്കോട്ടെ, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ ആ ഒരു ബ്രഷ് നമ്മൾ ചെയ്യും, അല്ലേ? നമ്മൾ ആ ഒരു ഫ്ലോ നമ്മൾ അങ്ങ് ചെയ്യാണ്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. നമ്മുടെ കോൺഷ്യസിൽ നമ്മൾ ഇതൊന്നും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കൺസേൺ അല്ല, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ വെറീഡ് അല്ല. ബട്ട് ആ ഒരു ഫ്ലോയിൽ വരുന്ന സമയത്ത് നമ്മൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത്രയും കാലം നമ്മളത് കണ്ടിന്യൂസ്ലി നമ്മളത് ബ്രഷ് ചെയ്തത് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു ന്യൂറൽ, നമ്മൾ അന്ന് ഫസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്ത് ആ ഒരു ന്യൂറൽ പാത്വേ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടാവും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ആ ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുകയും പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ല. അത് ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മുടെ ബ്രെയിൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ച് നമുക്ക് അലേർട്ട് തരും. നമ്മളിപ്പം കാറ് പഠിക്കാമെന്ന് വിചാരിച്ചു. കാറ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ക്ലച്ച് എവിടെ നോക്കും, നമ്മുടെ ബ്രേക്ക് എവിടെ നോക്കും, നമ്മുടെ ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടത്, നമ്മളൊക്കെ ബോധ മനസ്സുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാകാം. മറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ കാർ ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറൽ പാത്വേ അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര ഫോൺ വിളിക്കുന്ന സമയത്ത് പോലും നമ്മൾ കാർ വളരെ സിമ്പിൾ ആയിട്ട് ഓടിക്കുന്നുണ്ടാവും. നമ്മൾ ക്ലച്ചിനെ കുറിച്ച് നമ്മൾ വെറീഡ് ആയിരിക്കില്ല, ബ്രേക്കിനെ കുറിച്ച് വെറീഡ് ആയിരിക്കില്ല, നമ്മൾ ഗിയറിനെ കുറിച്ച് വെറീഡ് ആയിരിക്കില്ല, നമ്മളൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മൾ ആ ഒരു മോഡിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓടിച്ചു പോകുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ് ഇതിന്റെ ഒരു ബാക്കിലുള്ള കാര്യങ്ങൾ എന്താണ്? അവിടെ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യുകയും അത് റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ന്യൂറൽ പാത്വേ അവിടെ സ്ട്രോങ് ആകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് നമുക്ക് എല്ലാ കാര്യം ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവരാനും ആ ഒരു കൊണ്ടുവന്ന ഹാബിറ്റ് ഓട്ടോ പൈലറ്റ് മോഡിൽ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി അലേർട്ട് ചെയ്യിപ്പിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? സർ, ഈ Yes, ന്യൂറൽ sir. പാത്വേ Clear. ക്രിയേറ്റ് എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണോ? ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണോ? ഞാൻ പറഞ്ഞുതരാം. ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ പുതിയൊരു ഹാബിറ്റ് അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങാൻ തീരുമാനിക്കുന്നത് ആ ഒരു ടൈം മുതൽ പുതിയൊരു ന്യൂറോൺസ് രൂപപ്പെടും. അത് അടുത്ത ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ന്യൂറൽ പാത്വേ അന്ന് മുതൽ കണക്റ്റഡ് ആവും. ഓക്കെ? ഇത് സ്ട്രോങ് ആവുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്നത് 90 ഡേയ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ 21 ഡേയ്സ് അല്ലെങ്കിൽ 41 ഡേയ്സ് എന്നൊക്കെ പറയുന്നത് എന്തുവാണ്? 21 ഡേയ്സ് ഒരു എന്ന് കാര്യം പറയുന്നതിനൊക്കെ ഓക്കെ പറഞ്ഞോ. ഒരു ഹാബിറ്റ് 21 ഫോം ഡേയ്സ് ആകുന്നതിന്റെ ഒരു ഹാബിറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോം ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 60 ഡേയ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടിന്യൂസ്ലി ഡെയിലി നമ്മൾ 60 ഡേയ്സ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല കണ്ടിന്യൂസ്ലി ഞാൻ പറയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഡെയിലി എപ്പോഴും 10 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണ്. ഓക്കെ? ഒരു ദിവസം നിങ്ങൾ 5 മണിക്ക് എണീറ്റു. അപ്പൊ നിങ്ങളുടെ അവിടെ ന്യൂറൽ പാത്വേ പുതിയ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് നിങ്ങൾ രണ്ടാമത്തെ ദിവസം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറച്ചൊന്ന് സ്ട്രോങ് ആകും. മൂന്നാമത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് സ്ട്രോങ് ആകും. നിങ്ങൾ അങ്ങനെ 60 ഡേയ്സ് നിങ്ങൾ 21 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ അവിടെ സ്ട്രെങ്ത് വന്നിട്ട് 5 മണിക്ക് എണീക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടായിരിക്കും. മുമ്പത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആവും നിങ്ങൾ. പണ്ട് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 21 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. 60 ഡേയ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അലാറിന്റെ ആവശ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അലാറം വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. 5 മണിയാകുമ്പോൾ നിങ്ങൾ ഓട്ടോ പൈലറ്റ് ആയിട്ട് നിങ്ങൾ എണീപ്പിക്കും. നിങ്ങളുടെ ബ്രെയിൻ അത് നിങ്ങൾക്ക് ഒരു അലേർട്ട് തന്നിട്ട് നിങ്ങൾ 5 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? യെസ്. ചെയ്തിട്ടുണ്ട്. Yes, sir. Yes. അതാണ് അതിന്റെ ഒരു സയന്റിഫിക് തീർച്ചയായും. വശങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ 60 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യുകയും പിന്നീട് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഓട്ടോ പൈലറ്റ് മോഡിൽ നമുക്കത് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ഓക്കെ. സോ ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും എങ്ങനെയാണ് നമ്മുടെ മൈൻഡിലുള്ള ഓവർ തിങ്കിങ്ങും എങ്ങനെയാണ് മൈൻഡിലുള്ള ബാഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം? Yes, sir. ഇപ്പൊ പറഞ്ഞതൊന്നും പറയോ?
നമ്മുടെ ഓൾറെഡി നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 to 8 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലേ. ഞാൻ നേരത്തെ ബോട്ടിലിന്റെ എക്സാമ്പിൾ കാണിച്ചു തന്നില്ലേ? എന്തായിരുന്നു ബോട്ടിൽ? ഇത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ. ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ്, ഈ കോൺഷ്യസ് മൈൻഡ് ഇല്ലാത്ത 0 to 8 ഇയേഴ്സോളം നമുക്ക് ഈ ഒരു കോൺഷ്യസ് മൈൻഡ് ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വന്നു വീകുന്നത് നമ്മളെ കുറ്റപ്പെടുത്തിയതായിക്കോട്ടെ, നമ്മളെ പരിഹസിച്ചതായിക്കോട്ടെ, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞതായിക്കോട്ടെ, നമ്മുടെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതും ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതും എല്ലാ കാര്യങ്ങളും വന്നു വീഴുന്നത് ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഈ ഒരു കാര്യങ്ങൾ ഇവിടെ വന്ന് വീണ് ഒരുപാട് രീതിയിലുള്ള ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്ന് വീണ് അതവിടെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഓവർ തിങ്കിങ് ചെയ്യാനും ഉള്ള കപ്പാസിറ്റി ആക്കി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാറിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് റീപ്രോഗ്രാം ചെയ്യണ്ടേ? പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ തിങ്കിങ് പാറ്റേണും നമ്മുടെ ആക്ഷൻസും നമ്മുടെ തോട്ട്സിനെയും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ബ്രെയിന് പോസിബിൾ ആണ്. അത് ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രെയിൻ റീപ്രോഗ്രാമിംഗ് പറയും. അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സിനെയാണ്, ഒരു സയന്റിഫിക് പരമായിട്ട് നമ്മുടെ ബ്രെയിൻ്റെ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, ന്യൂറോൺസ് തമ്മിൽ പുതിയ പാത്വേ ക്രിയേറ്റ് ചെയ്യും. കണ്ടിന്യൂസ്ലി ആ ഒരു ചെയ്യുന്ന സമയത്ത് ആ ഒരു പാത്വേ സ്ട്രോങ് ആകുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, വളക്കൂറുള്ള ഒരു മണ്ണ് നിങ്ങൾ എടുക്കാന്ന് വിചാരിച്ചോ. നല്ല വളക്കൂറുള്ള ഒരു മണ്ണ്. വളക്കൂറുള്ള മണ്ണിന്റെ പ്രത്യേകത എന്താണ്? അതില് എന്താണ്? നന്നായിട്ട് സസ്യങ്ങൾ വളരാം. നന്നായിട്ട് സസ്യങ്ങൾ വളരും. ഇവിടെ നമ്മൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല സസ്യങ്ങൾ, നല്ല വിത്ത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് അടിപൊളിയായിട്ട് വളരും. നിങ്ങൾ വിഷവിത്താണ് ഇടുന്നെങ്കിലും അത് അടിപൊളിയായിട്ട് വളരും. എന്താ കാരണം? ഇത് മണ്ണിന് നല്ല വളക്കൂറുണ്ട്. അതുപോലെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത്രയും പവർ ഉണ്ട്. അവിടെ നിങ്ങൾ നല്ല കാര്യങ്ങൾ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് അടിപൊളിയായിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. നിങ്ങൾ അവിടെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, പരിഹാസങ്ങളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, വേദനകളാണ്, നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളാണ് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ടാകാം. ക്ലിയർ ആണോ? ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മളവിടെ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്? ക്ലിയർ ആണെങ്കിൽ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും CLR എന്ന് കമന്റ് ചെയ്തേ. CLR എന്ന് കമന്റ് ചെയ്തേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, സബ് കോൺഷ്യസ് മൈൻഡ് എന്താന്ന് പറഞ്ഞു, കോൺഷ്യസ് മൈൻഡ് എന്താന്ന് പറഞ്ഞു, അതിന്റെ പവർ എന്താന്ന് പറഞ്ഞു, അത് റീവയറിംഗ് ചെയ്യൽ പോസിബിൾ ആണ്, അതിന്റെ സയന്റിഫിക് വശങ്ങളും നമ്മൾ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നുണ്ടെങ്കിൽ CLR എന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. ചില ആൾക്കാർക്ക് കമന്റ് ഇടാൻ തന്നെ മടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനത്തെ കുറച്ച് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, ഞാൻ എന്നെ ഇടണോ, ഞാൻ എന്നെ ഇട്ടണമെങ്കിൽ സാർ അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇടേണ്ട ആവശ്യമുണ്ടോ, ഞാൻ കടന്നിട്ട് കാണുകയല്ലേ. കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടത്, കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടത്. ഇതിന്റെ റെക്കോർഡ് ഉണ്ടാവോ? റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. ശരി. എന്ത് ഇൻപുട്ടാണ് കൊടുക്കുന്നത് അതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരല് സാർ? ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ഇൻപുട്ട് ആണോ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കും, അതിന്റെ ഒരു ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാകും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്താണോ കൊടുക്കുന്നത് അതാണ് വരിക. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്നത് മാത്രമായിരിക്കില്ല. നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാവാം, നമ്മുടെ ഫാമിലിയുടെ മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാവാം, നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാവാം, നമ്മുടെ ചുറ്റുപറ്റി നടക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാവാം. എന്തോ ആയിക്കോട്ടെ, ബട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം പുതിയ ജോയിൻ ചെയ്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, 2 കാര്യത്തിലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു കാര്യം കടക്കുന്നത്. ഒന്ന് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസും, രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും. ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഫീലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടി ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് മെമ്മറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയ വാക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്കത് മറക്കാൻ പറ്റില്ല. നമ്മൾ മറന്നെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് മറക്കില്ല, അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്കത് എപ്പോഴാണ് ട്രിഗർ ആകുക? സെയിം സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്തായിരിക്കും നമുക്ക് ട്രിഗർ ആകുന്നുണ്ടാകാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരാൾ സ്റ്റേജിൽ കയറി, ഓക്കെ, സ്റ്റേജിൽ കയറി നിങ്ങൾ പാട്ട് പാടാൻ കയറിയതായിരിക്കാം, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കയറിയതായിരിക്കാം, സംസാരിക്കാൻ കയറിയതായിരിക്കാം. അവിടെ കയറിയ സമയത്ത് നിങ്ങളുടെ വായിൽ നിന്ന് എന്തോ തെറ്റ് പറഞ്ഞു പോയിട്ട് നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാർ മൊത്തം നിങ്ങളെ കളിയാക്കി. നിങ്ങളുടെ വായിൽ നിന്ന് ജസ്റ്റ് എന്തോ ഒരു തെറ്റ് വന്നു പോയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ച സമയത്ത് തെറ്റിപ്പോയി, നിങ്ങൾ പാട്ട് പാടിയ സമയത്ത് തെറ്റിപ്പോയി. അത് കാരണം അവിടെയുള്ള ആൾക്കാർ മൊത്തം നിങ്ങളെ കളിയാക്കിയത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ്ലി അവിടെ എന്താ സംഭവിക്കുന്നത്? ഇന്റൻസീവായിട്ടുള്ള ഇമോഷൻസ് വരണം. അത്രയും ആൾക്കാരുടെ മുന്നിൽ ഞാൻ പരിഹസിക്കപ്പെട്ടല്ലോ, ഞാൻ സ്റ്റേജിൽ കയറിയത് കൊണ്ടാണല്ലോ, എനിക്കിങ്ങനെ ഒരു തെറ്റ് വന്നത് കൊണ്ടാണല്ലോ ഇവർ ഇത്രയും ആൾക്കാർ എന്നെ പരിഹസിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിങ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ്ലി കയറും.
ഇവിടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാർഡ് ഇവിടെ ഉണ്ടാവില്ല. ബിക്കോസ് ഇത് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്, അല്ലേ? നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി അത് കയറിയത് കൊണ്ട് തന്നെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവിടെ സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും, നല്ല പാട്ട് പാടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ നമുക്ക് ഭാവിയിൽ സ്റ്റേജിൽ കയറി പാട്ട് പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കിട്ടിയ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആദ്യം നമ്മളെ തോന്നിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ശരിക്കും ഇത് ചെയ്യണോ, എന്നെ കൊണ്ട് സ്റ്റേജിൽ കയറാൻ പറ്റുമോ? ഞാൻ ഇതിന് മുമ്പ് സ്റ്റേജിൽ കയറിയ സമയത്ത് ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ തെറ്റ് പറ്റിയ സമയത്ത് ആൾക്കാർ എന്നെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും സ്റ്റേജിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവരെ ആൾക്കാർ എന്നെ പരിഹസിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പണി. ക്ലിയർ ആണോ ഇപ്പോൾ? എന്തുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു കാര്യത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത്? ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും നിങ്ങൾ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ട്രോമാസ് ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നത് കൊണ്ടാണ്. ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അവർ 2 വേയിലൂടെ, റിപ്പീറ്റഡ് തോട്ട്സ് ആൻഡ് ഇന്റൻസീവ് ഇമോഷൻസിലൂടെ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ, നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതിൽ? സർ ആക്ച്വലി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഓ, ഗുഡ് മോർണിംഗ് സർ. ഇതിനെങ്ങനെ മറികടക്കാൻ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. ഞാൻ ടോപ്പിക്കിന്റെ ലാസ്റ്റ് പറഞ്ഞുതരും. ഹായ് ബിൻ സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. സർ ഇപ്പൊ പറഞ്ഞല്ലോ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസും റിപ്പീറ്റഡ് തോട്ട്സും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്ട്ലി വരും എന്ന് പറഞ്ഞല്ലോ. സോ ഇത് നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് ഏജിൽ അപ് ടു 8 years അല്ലെങ്കിൽ ഒരു 13 years കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്റ്റോർ ആവുക. ദാറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അഡൾട്ടറി ഏജിലാണ്. അങ്ങനെ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നു. അപ്പൊ ഇതൊരു അഡൾട്ടറി ഏജിലാണെങ്കിലും ഇങ്ങനെ ഒരു ഇന്റൻസീവ് ഇമോഷൻ ഉണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് സ്റ്റോർ ആവുമോ? ഡെഫിനറ്റ്ലി സ്റ്റോർ ആവും. ബട്ട് അഡൽട്ട് ഏജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഇന്റൻസീവ് ഇമോഷൻസോ അല്ലെങ്കിൽ അവിടെ ഒരു റിപ്പീറ്റഡ് തോട്ട്സിന്റെയോ ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 to 8 years നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആണ്. അല്ല, ഇപ്പം നമുക്ക് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ ലോജിക്കലി ചിന്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ചിന്തിക്കാനൊന്നും ഹെൽപ്പ് ചെയ്യില്ല. ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കവാടായിട്ട് ഒരു നമ്മൾ ഫോണിൽ എന്തിനാ സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്യുന്നത്? എന്തിനാ ഫോൺ സ്ക്രീൻ ഗാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്ക്രീൻ ഗാർഡും ബ്രേക്കേഴ്സ് ഒക്കെ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലേ? ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫോൺ വീണാലോ എന്തെങ്കിലും തട്ടിയാലോ പൊട്ടിയാലോ ഒക്കെ ഈ സ്ക്രീൻ ഗാർഡിനും നമ്മുടെ ബ്രേക്കേഴ്സിനും മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഡിസ്പ്ലേക്കും കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കില്ല, അല്ലേ? അതുപോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോയിക്കോളും. അത് വന്നിട്ടുണ്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ സാധനം അവിടെ തട്ടി തിരിച്ചു പോയിക്കോളും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും പറയണമെങ്കിൽ ഒരു പൊട്ടനാണ് എന്ന് പറയാന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് കോൺഷ്യസ് മൈൻഡോട് എനിക്ക് ചിന്തിക്കാൻ അറിയാം ഞാനൊരു പൊട്ടനല്ല എന്ന് എനിക്ക് ചിന്തിക്കാൻ എനിക്ക് ഇപ്പോഴത്തെ സമയത്ത് എനിക്കറിയാം. ചെറുപ്പത്തിലെ സമയത്ത് 0 to 8 years എനിക്ക് ആ കോൺഷ്യസ് മൈൻഡ് ഇല്ല. സബ് കോൺഷ്യസ് അത് ക്ലിയർ ആണ്. ഞാൻ ചോദിച്ചതിന്റെ എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയാം. അതായത് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പം സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നത് എന്റെ ലാസ്റ്റ് ടൈമിലൊക്കെ. അപ്പം ഇപ്പം ചില പ്രായമുള്ള ആളുകൾ, അതായത് 20-നും 30-നും അല്ലെങ്കിൽ 30-ന് ഒക്കെ വയസ്സിന് ശേഷമൊക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും നല്ല പ്രോബ്ലമാറ്റിക് ആയിട്ട് വരാറുണ്ട്, നല്ല സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. ചിലപ്പോൾ ഇവരുടെ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പറയുന്നതാണ് പേടി കിട്ടി, അപ്പൊ രാത്രിയിൽ ഇറങ്ങി പോകുന്ന സമയത്ത് എന്തോ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ പേടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു വിഷയം, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പെട്ടെന്ന് നേരിട്ട് കണ്ടു, അങ്ങനത്തെ ഉള്ളൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണല്ലോ അത്. ഭയങ്കരമായിട്ട് ചിലപ്പം എന്തെങ്കിലും ഒരു മറ്റുള്ള ഒരു കോൺഫ്ലിക്റ്റോ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള സംഘർഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ട്രോമ, ഇയാളെ ആരെങ്കിലും മർദ്ദിക്കുകയോ അങ്ങനത്തെയൊക്കെയുള്ള പല ട്രോമാസ് കിട്ടിയത് അതിനുശേഷം മുതൽ ആൾ അതിന് മുന്നേ ഉള്ള ആളെക്കാളും ഭയങ്കരമായിട്ട് വ്യത്യാസമായി ഭയങ്കര ഡിപ്രസീവ് ആണ്, പിന്നെ സംസാരിക്കുന്നില്ല, പിന്നെ ആളുകളുമായിട്ടൊന്നും ഇടപെടുന്നില്ല, ഒരു സോഷ്യൽ വിഡ്രോവൽ, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള സിംറ്റംസ് പിന്നീട് കാണും. പക്ഷെ അതിന് മുന്നേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു, ജോലിക്ക് പോകുന്ന ആളായിരുന്നു എന്നൊക്കെ പറയുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. സോ ആ ഒരു ഇൻസിഡന്റ് ആണ് ഇയാളെ ഇതിലേക്ക് ആക്കിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്. സോ അതൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണല്ലോ.
ഇപ്പൊ തീർച്ചയായിട്ടും ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷനാണ്. സോ ഇത് അവരുടെ ഡയറക്ട്ലി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുന്നതുകൊണ്ടാണോ ഇവരിങ്ങനെ ആകുന്നത്? കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ ചുറ്റും. അതെ അപ്പൊ അതാണ് അത് ഞാൻ പറഞ്ഞത്. 13 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രീതിയിലുള്ള നമ്മുടെ കാര്യങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഡയറക്ട്ലി ഇത് ഇൻവോൾവ് ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഇന്റൻസീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ്, അവർ പേടി ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏത് രീതിയിലുള്ള ഒരു വികാരങ്ങൾ ആയിക്കോട്ടെ, അത് ഇന്റൻസീവ് ആയിട്ട് അവരത് ഉള്ളിലേക്ക് എടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോവുക. നമ്മൾ നേരത്തെ പറഞ്ഞു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഹീൽ ചെയ്യാതെ ആ സാധനം അവിടെ തന്നെ കിടക്കും. നമുക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവില്ല, നമ്മൾ അന്ന് പേടിച്ച കാര്യം ചിലപ്പോൾ നമ്മൾ അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നീട് നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സെയിം സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ സാധനം ട്രിഗർ ആകുക. നമ്മുടെ ഉള്ളിൽ ഈ ഒരു സാധനം ഉണ്ട് നമുക്ക് തോന്നുക. അതിന്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഓക്കെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ റിയലൈസ് ചെയ്യുക ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ കാര്യങ്ങൾ റൂട്ട് കോസ് തപ്പി പോകുമ്പോഴാണ്. അപ്പം ഒരു 0 to 13 വയസ്സിന് ശേഷം 0 to 8 years എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തീരെ ഉണ്ടാവില്ല. ഒരു 0 to 13 വയസ്സിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാര്യങ്ങൾ കടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് കാര്യത്തിലൂടെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കായിരിക്കും ആ ഒരു കാര്യങ്ങൾ കടക്കുന്നുണ്ടാകുക. ഓക്കെ. അപ്പൊ ഞാനിപ്പോ സാർ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരു 20-25 വയസ്സിലാണ് ഒരു പ്രത്യേക ഇന്റൻസീവ് ഇമോഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ആ ഒരു വ്യക്തി, ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി ആയിക്കോട്ടെ, അപ്പൊ എനിക്കൊരു 25 വയസ്സുള്ള ടൈമിൽ ഞാൻ നടു റോഡിൽ വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരാളെ ആക്രമിക്കുന്നത് നേരിട്ട് കാണാം. അയാളുടെ ഭയങ്കരമായിട്ട് ബ്ലഡ് ഒക്കെ ചീന്തി പോവുകയും അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ ഒരു ഇവന്റ് ഞാൻ വിറ്റ്നസ് ആവുകയാണ് പെട്ടെന്ന്. സോ ഇത് എന്റെ മൈൻഡിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതി ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കുകയും പിന്നീട് എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഫേസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. അതാണ് എന്റെ ഇൻസിഡന്റ്. ഓക്കെ. സോ ഈ സെയിം ഇൻസിഡന്റ് എനിക്ക് ഈ ഏജിൽ ഉണ്ടാവാനുള്ള കാരണം ഈ പറഞ്ഞ മാതിരി ചൈൽഡ്ഹുഡിൽ ഇതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു വന്നുകൊണ്ടായിരിക്കുമോ? അങ്ങനെയാണോ സാർ ഉദ്ദേശിച്ചത്? അല്ലല്ല, ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ചിലപ്പോൾ കോയിൻസിഡന്റ് ആവാം. ബട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ഫ്യൂച്ചറിനെ അത് എഫക്ട് ചെയ്യും. അല്ല, അത് മനസ്സിലായി. അത് ഞാൻ മുമ്പ് ചോദിച്ച കാര്യം. അതിപ്പോ ഞാൻ പറഞ്ഞ ആ ഒരു ഏജ് എന്ന് പറഞ്ഞ ഒരു അഡൾട്ടറി ഏജ് ആണ്. സോ ആ സമയത്ത് ആ ഇൻസിഡന്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക മീൻസ് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ് കയറുക എന്നുള്ളതല്ലേ? അതെ, അല്ലെ? അപ്പം മേ ബി നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഏജ് അല്ല, കുറച്ചും കൂടെ ഏജ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഡയറക്ട്ലി നമ്മുടെ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്, ഇന്റൻസീവ് ആണെങ്കിൽ. നമ്മുടെ ഇമോഷൻസോട് കൂടി നമ്മൾ ആ ഒരു കാര്യം, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നമ്മുടെ ആ ഒരു ഇമോഷൻസോട് കൂടി നമ്മൾ ആ ഒരു സാധനങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുള്ളൂ. അല്ല, ഇതിന് മൈൻഡ് കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ കുറിച്ച് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറയാണ് നിനക്ക് പ്രസംഗിക്കാൻ അറിയില്ല, നിനക്ക് കാര്യങ്ങൾ സെഷൻ എടുക്കാൻ നിനക്ക് അറിയില്ല, അവർ വെറുതെ നമ്മളെ ട്രിഗർ ചെയ്യിപ്പിക്കാൻ പറയുന്നതായിരിക്കും. ബട്ട് ഞാനിത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൈൻഡ് പവർ ഒന്നും വിശ്വാസമില്ല, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യും. ഞാനത് ഫീലോടെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കും. ഓൻ അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ ഓൻ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിട്ട് നമ്മൾ മാറ്റി നമുക്കത് വിഷമത്തോടു കൂടി നമ്മളത് എടുക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എടുക്കുകയും അത് ബിലീഫ് ചെയ്യുകയും ചെയ്യും. അവൻ എന്താണോ പറഞ്ഞത് അത് ബിലീവ് ചെയ്യും. അവൻ പറഞ്ഞ കാര്യം നിനക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നുള്ള കാര്യമാണെങ്കിൽ നമ്മളത് വിശ്വസിച്ചിട്ട് പിന്നീട് നമ്മൾ പ്രസംഗിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അത്രയും കാലം നമ്മൾ പ്രസംഗിച്ച വ്യക്തിയായിരിക്കും, അടിപൊളിയായിട്ട് സംസാരിച്ച വ്യക്തിയായിരിക്കും, ബട്ട് ഇന്ന വ്യക്തി എന്നോട് ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും, റീൽസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ലോണം ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാവും. നല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ അല്ല നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഏതെങ്കിലും ഒരാൾ അവരോട് പറയാണ് നിന്റെ ചിരി എന്ത് ബോറാണ്, നിന്റെ ആ ഒരു പല്ല് പൊട്ടിയത് കൊണ്ട് തന്നെ നിനക്ക് ചിരിക്കാൻ വലിയൊരു രസമൊന്നും ഇല്ലട്ടോ, നീ അങ്ങനെ ചിരിക്കരുത് കേട്ടോ ആൾക്കാരുടെ മുമ്പിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ചിരിക്കുമ്പോഴൊക്കെ ഈ ആള് പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം അവർക്ക് ഓർമ്മ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഓർമ്മ ഉണ്ടാകുന്നത്? അവരുടെ ആ ഒരു ഫീലിങ്സ്, ഇന്റൻസീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആയിട്ട് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ചിരിക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ ചിരിച്ചില്ലെങ്കിൽ ഇവരെന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ടാവുമോ, ഞാൻ ചിരിച്ചില്ലെങ്കിൽ ഇവരെന്നെ കളിയാക്കുവോ, ഇവൻ അന്ന് പറഞ്ഞ പോലെ ഇവർ ഇന്ന് പറയുമോ എന്നുള്ള ആ ഒരു തോട്ട്സ് അവരിലേക്ക് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. സോ താങ്ക് യു. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് റീവെയറിങ് ചെയ്യണം അല്ലേ?
നമുക്കിത് ചേഞ്ച് ചെയ്യണം. നമുക്ക് ബാഡ് ഹാബിറ്റ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഗുഡ് ഹാബിറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു കാര്യം കണ്ടിന്യൂസ്ലി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അവിടെ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വളരെ ഷോർട്ടായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട്, ഓക്കെ, ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഗ്രൗണ്ടാന്ന് വിചാരിച്ചു, ഇതൊരു ഗ്രൗണ്ടാന്ന് വിചാരിച്ചു, ഇത് എന്റെ ഫോണിൽ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രൗണ്ട്, ഓക്കെ. നമ്മൾ എപ്പോഴും നടന്നു പോകുന്നത് ഇങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. നമുക്കിപ്പോൾ ഒരു കോളേജിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ബട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ മൊത്തം പുല്ലുകളാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പോകുന്നത്, ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുണ്ടാവും, ചളി ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ എത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടന്ന് ഒരു ദിവസം നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഒരു ദിവസം നമ്മൾ ആ ഒരു പുല്ലിൽ ചവിട്ടി നമ്മൾ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ കാഷ്വൽ ആയിട്ട് എടുക്കുക, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ ചിന്തിക്കണ്ട. നമ്മൾ ഒരു ദിവസം നമ്മളൊരു പുല്ലിൽ ചവിട്ടിയിട്ട് നമ്മൾ ഒരു ദിവസം നമ്മൾ നടക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വഴി ഫോം ചെയ്യൂലേ? നമ്മൾ ചവിട്ടിയ പുല്ല് അവിടെ ചതഞ്ഞ് കിടന്നിട്ട് ചെറിയൊരു വഴി അവിടെ ഫോം ചെയ്യൂലേ? ചെറിയൊരു പാത്ത് അവിടെ ഫോം ചെയ്യൂലേ? ചെയ്യൂലേ? നിങ്ങൾ ആരും എന്താണ് റെസ്പോണ്ട് ചെയ്യാത്തത്? എല്ലാവരും ഇവിടെ ഇല്ലേ? ഓക്കെ. സോ നമ്മൾ ഒരു ദിവസം നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു പുല്ലിൽ നമ്മൾ ചവിട്ടിയത് കൊണ്ട് തന്നെ അവിടെ ചെറിയൊരു പാത്ത് വേ അവിടെ ഫോം ചെയ്യും. റിപ്പീറ്റിൽ നമ്മൾ ഒന്നും കൂടി പിറ്റേ ദിവസം നമ്മൾ ആ ഒരു വഴിയിലൂടെ തന്നെ പോവുകയാണ്. മൂന്നാമത്തെ ദിവസം പോയി, നാലാമത്തെ ദിവസം പോയി, ഒരു 1 വീക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു പാത്ത് വേ അവിടെ ഫോം ചെയ്യും, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ റിപ്പീറ്റഡിൽ പോയ സമയത്ത് നമ്മൾ ആ പുല്ലും കാര്യങ്ങളൊക്കെ ചവിട്ടി അതിങ്ങനെ ചവിട്ടി 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 അവിടെയൊക്കെ മാറി, അവിടെയുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് ഒരു കറക്റ്റ് ഒരു വഴി അവിടെ ഫോം ചെയ്യും. കറക്റ്റ്. നമ്മൾ പിന്നീട് നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്താ ചിന്തിക്കുക? ഞാൻ ഇങ്ങനെ കറങ്ങി പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ഇത്ര ഇവിടെ ഒരു വഴി എനിക്കുണ്ട്, സോ എനിക്ക് ഇങ്ങനെ പോയാൽ മതി. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ എനർജിയിൽ ഹൈ റിവാർഡ് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാനാണ് ബ്രെയിൻ ഇഷ്ടം. ബ്രെയിന് സത്യം പറഞ്ഞാൽ പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ ബ്രെയിന് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതോ പഠിക്കുന്നതോ ഒന്നും ബ്രെയിൻ ഇഷ്ടമല്ല. ബ്രെയിൻ എന്താണ് ഇഷ്ടം? വളരെ കംഫർട്ട് സോണിൽ. എന്തായിരുന്നു മാം? റിസ്ക് എടുക്കുന്ന ബ്രെയിനിന് ഇഷ്ടമല്ല അല്ലെ? റിസ്ക് എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതോ നിങ്ങൾ എന്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്നതോ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതോ ഒന്നും ബ്രെയിൻ ഇഷ്ടമല്ല. ബ്രെയിൻ എന്താ ചിന്തിക്കുക? നമുക്കിങ്ങനെ കംഫർട്ടായിട്ട് കടന്നുറങ്ങിയാൽ പോരെ, അല്ല നമുക്കിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ ഭയങ്കര രസമുള്ള എന്തുകൊണ്ടാണ്? ഫിലിം കാണുമ്പോൾ ഒക്കെ നമ്മൾ ഭയങ്കര എത്ര 2-3 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണും. എന്തുകൊണ്ടാണ്? നമുക്കൊരു എഫേർട്ട് ഉണ്ട്, എക്സ്ട്രാ എഫേർട്ട് നമ്മൾ എന്തെങ്കിലും എടുക്കണം. ഫിസിക്കലിയോ മെന്റലി നമുക്ക് യാതൊരുവിധ രീതിയിലുള്ള എഫേർട്ട് നമ്മൾ എടുക്കണ്ടല്ലോ. നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടുപോയാൽ മതി, അല്ലേ? അത് എന്ത് ഇമോഷൻസ് ആയിക്കോട്ടെ. അതിങ്ങനെ ചിലപ്പോൾ ഒരു റീല് കാണുന്ന സമയത്ത് ഒരു കോമഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിരിക്കുന്നുണ്ടാവും. അടുത്ത റീല് വരിക ഒരു സാഡായിരിക്കും, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫീൽ ആവും. അടുത്ത റീല് വരിക ഒരു മോട്ടിവേഷൻ ആയിരിക്കും, അപ്പോൾ നമ്മുടെ വികാരം പിന്നെയും മാറി. നമ്മുടെ ഇമോഷൻസ് മാത്രം മാറിയാൽ മതി. നമ്മൾ യാതൊരു രീതിയിലുള്ള ബ്രെയിനിന്റെ കൊണ്ടുള്ള എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. മറിച്ച് നമ്മളൊരു കാര്യം പഠിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നത് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ സ്കില്ല് പഠിക്കുന്നത്, ഹാബിറ്റ് പഠിക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ ഹൈ എനർജി എടുക്കണം. സോ ഹൈ എനർജി എടുക്കുന്ന ഒരു കാര്യത്തിനോടും ബ്രെയിൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബ്രെയിൻ അത് ചെയ്യൂല. ബ്രെയിൻ അത് നോർമൽ കംഫർട്ട് ആയിട്ട് ഇരിക്കുന്ന കാര്യത്തോട് ചെയ്യാനാണ് ബ്രെയിന് താല്പര്യം. ഹൈ എനർജിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ്ലി ബ്രെയിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. ഇപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ പുതിയൊരു പാത്ത് വേ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പിന്നീട് ബ്രെയിൻ എപ്പോഴും ചിന്തിക്കുക, ഇതിലൂടെ പോയാൽ പോരെ, എന്തിനാ ഇങ്ങനെ കറങ്ങി പോകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ റിപ്പീറ്റഡ്ലി ഇതിലൂടെ പോകും. അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ റിപ്പീറ്റഡ്ലി ആ ഒരു വഴിയിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പുതിയ പാത്ത് വേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, പുതിയൊരു വഴി അവിടെ രൂപപ്പെട്ടു. ആ രൂപപ്പെട്ട വഴിയിലൂടെയാണ് ബ്രെയിൻ എപ്പോഴും പോകാൻ ഇഷ്ടം. പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ പോവുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്നത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കാര്യം, പുതിയൊരു സ്കില്ല് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മണിക്ക് നിങ്ങൾ ഒരു ദിവസം എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ്ലി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പുതിയൊരു ന്യൂറൽ പാത്ത് വേ കണക്ഷൻസ് അവിടെ രൂപപ്പെടുകയും റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് ആ ഒരു ന്യൂറൽ പാത്ത് വേ കണക്ഷൻ അവിടെ സ്ട്രോങ് ആവുകയും പിന്നീട് നമ്മൾ പോലും അറിയാതെ ഓട്ടോ പൈലറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ക്ലിയർ? ക്ലിയർ ആണ്? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ രീതിയിൽ നമുക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള ബാഡ് ഹാബിറ്റിന് ഇത് നേരെ നമ്മുടെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾ ഡെയിലി നിങ്ങൾ എഴുന്നേറ്റിട്ട് ഉടനെ നിങ്ങൾ ഫോൺ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം എനിക്ക് ആ ഒരു ഹാബിറ്റ് മാറ്റണം, ആ ഒരു ബാഡ് ഹാബിറ്റ് എനിക്ക് മാറ്റിയിട്ട് ഗുഡ് ഹാബിറ്റ് അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഫോൺ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി കണക്ട് ആയിട്ടുള്ള ആ ഒരു ന്യൂറൽ പാത്വേയുടെ സ്ട്രോങ് കപ്പാസിറ്റി കുറഞ്ഞു വരും.
രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഫോൺ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. മൂന്നാമത്തെ ദിവസം കുറഞ്ഞ് ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുന്ന സമയത്ത് ആ ഒരു ന്യൂറൽ പാത്വേയുടെ ബാഡ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഹാബിറ്റിന്റെ ന്യൂറൽ പാത്വേയുടെ കണക്ഷൻസിന്റെ കപ്പാസിറ്റി സ്ട്രോങ് കുറഞ്ഞു വരികയും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഫോൺ നോക്കേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെയാണ് നമ്മൾ പല നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റും പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, സ്റ്റേജിൽ കയറാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മൈൻഡ് പവർ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രെയിനിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ കൊടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ആ ഒരു സ്കില്ല് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്കില്ല് ചേഞ്ച് ചെയ്യാൻ പറ്റുക? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഞാൻ കോൺഫിഡന്റ് ആണെന്നുള്ള രീതിയിലുള്ള അഫർമേഷൻ നമ്മൾ കൊടുക്കുക. അത് കൊടുക്കുന്നത് വഴി നമ്മുടെ ബ്രെയിനിനെ നമ്മൾ വിശ്വസിപ്പിക്കുകയാണ്. ആ ഒരു പുതിയ ന്യൂറൽ പാത്വേയുടെ കണക്റ്റഡ് ആവുകയും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇത് ചെയ്യുന്നത് വഴി ആ ഒരു ന്യൂറൽ പാത്വേയുടെ കണക്ഷൻ സ്ട്രോങ് ആവുകയും നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ ചെയ്തു പോയി പിന്നീട് നമ്മുടെ ആക്ഷൻസും ഡിസിഷൻസും ഒക്കെ നമ്മൾ ആ കൊടുത്തിട്ടുള്ള അഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ക്ലിയർ? എങ്ങനെയാണ് നമ്മുടെ ബാഡ് ഹാബിറ്റ് ഗുഡ് ഹാബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് മനസ്സിലായോ? യെസ് സർ. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണ്, ന്യൂറോൺസ് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ബാഡ് ഹാബിറ്റ് ഗുഡ് ഹാബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ CLR എന്ന് കമന്റ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഇതെങ്ങനെയാണ് നമുക്ക് റീപ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അല്ലേ? ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് സെറ്റാക്കി പോയി നിങ്ങൾക്ക് ടെൻഷൻ ആവൂലേ? നിങ്ങൾ ചിന്തിക്കൂലേ ഇത്രയും കാര്യങ്ങൾ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സാർ ഒരുപാട് ഇത്രയും കാര്യങ്ങളൊന്നും എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ ചെയ്തു അല്ലെങ്കിൽ പണ്ട് ആരൊക്കെയോ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യത്തിന്റെ ഒരു പരിണിത ഫലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ റീപ്രോഗ്രാം ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ റീസൺ എന്താണ്? ഞാനിപ്പോൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തതിന്റെ റീസൺ എന്താണ്? ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന്റെ റീസൺ എന്താണ്? ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് ഉണ്ട് അല്ല? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ട. ഈ റൂട്ട് കോസ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇത് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. റീപ്രോഗ്രാം ചെയ്യേണ്ട നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് മൈൻഡ് പവർ ടൂൾ എന്ന് പറയുന്നത്. സോ എന്താണ് മൈൻഡ് പവർ? എന്താണ് മൈൻഡ് പവർ നിങ്ങൾക്ക് അറിയോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് മൈൻഡ് പവർ എന്ന്, നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തായിരിക്കും മൈൻഡ് പവർ? നമ്മുടെ മനസ്സിന്റെ ഒരു അസാധാരണമായൊരു മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കുക. മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കുക എന്നതിനുപരി നമ്മുടെ മനസ്സിനൊരു പവർ ഉണ്ട്. നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു കീ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് നമ്മുടെ ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. ആ ഒരു റൈറ്റ് ആണ് ഈ മെന്റൽ ഹെൽത്തിന്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പവർ. നമ്മൾ കേട്ടില്ലേ മറ്റേ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം എന്തെന്ന് നമ്മൾ പറയുന്നത് കേട്ടില്ലേ? നമ്മളിപ്പം പറയാന്നുണ്ടെങ്കിൽ ഇപ്പം മൈൻഡ് പവർ വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ വീക്ക്നെസ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷൻസും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള മൈൻഡിന്റെ അപാരമായിട്ടുള്ള പവറിനെയാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മുടെ ചിന്തകളെയും നമ്മളിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളെയും നമ്മൾ ഓൾറെഡി ചിന്തിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഇമോഷൻസിനെയും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കാനുമുള്ള നമ്മുടെ മൈൻഡിന്റെ അപാരമായിട്ടുള്ള ഒരു പവറിനെയാണ് നമ്മൾ മൈൻഡ് പവർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ ചിന്തകളൊക്കെ കൊണ്ട് നമ്മുടെ മൈൻഡിൽ ഗ്രാജുവലി നമുക്ക് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടോ? ആരെങ്കിലും ചിന്തകൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ആരെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ചിന്തകൾ സാർ എന്താണ് പറയുന്നത്? ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക? മാറ്റങ്ങൾ ഉണ്ടാകാൻ നമ്മൾ പണിയെടുക്കണ്ടേ? പണിയെടുത്താൽ മാത്രം പോരാ. നമുക്കറിയണം എന്ത് ചിന്തിക്കണം എന്ത് ചിന്തിക്കണ്ട എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്ത് എൻ്റെ ഉള്ളിലേക്ക് പോകണം എന്ത് എൻ്റെ ഉള്ളിലേക്ക് പോകണ്ട എന്നുള്ളൊരു ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വേസ്റ്റും ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇടൂല. എല്ലാത്ത ആൾക്കാരാണ് എല്ലാ സഭയിലും പോയിരുന്ന് എല്ലാ ഫ്രണ്ട് സർക്കിളിലും പോയിരുന്ന് എല്ലാ ഫാമിലിന്റെ സർക്കിളിലും പോയിരുന്ന് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി വെക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എന്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറണം എന്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്രോഗ്രാം ചെയ്യണം. അതിന് നല്ലത് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഫിൽട്ടർ കീപ്പ് ചെയ്യാം. എന്നോട് എൻ്റെ ക്ലാരിറ്റി എനിക്ക് ഇത്രത്തോളം എൻ്റെ ലൈഫിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, ഞാൻ ഇത്രത്തോളം കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇത്രത്തോളം ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇത്രത്തോളം പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്. സോ ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ കോൺഫിഡന്റ് അല്ല പോസിറ്റീവ് അല്ല എന്ത് പറഞ്ഞാലും അത് ഞാൻ കെയർ ചെയ്യൂല. ബിക്കോസ് എനിക്ക് എന്നെ അറിയാം, ഞാൻ അന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്ന് എനിക്കറിയാം.
അതുകൊണ്ട് തന്നെ അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കോൺഷ്യസ്ലി ലോജിക്കലി ഞാൻ ചിന്തിച്ചുകൊണ്ട് അത് റൈറ്റ് അല്ല, അത് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് ആ ഒരു കാര്യത്തെ മാറ്റിവെക്കാനും എനിക്ക് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്, ഒരു റെസ്പോൺസിബിലിറ്റീസ് എനിക്ക് ഉണ്ടായിരിക്കും, എനിക്കത് ഉണ്ട്. നമ്മളത് യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഇമോഷൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലേക്ക് കയറില്ല, മറിച്ച് നമുക്ക് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേസ്റ്റ് തോട്ടൊക്കെ കളയാ. വേസ്റ്റ് തോട്ടൊക്കെ നമ്മൾ കൊണ്ട് ഇടാണ്ട് നിന്നാൽ മതി. ഇട്ട് കഴിഞ്ഞാലല്ലേ കളയേണ്ടുള്ളൂ. ഇടാനുള്ള ഒരു ചാൻസ് ആർക്കും നിങ്ങൾ കൊടുക്കണ്ട. സാറേ നിങ്ങളെ അതിനൊരു കുറിച്ച് ആരെങ്കിലും എന്തായിരുന്നു? അതിനൊരു ഉദാഹരണം ഉണ്ട്. അതെ, ആ ഞാൻ ആ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ ഒരു സ്ത്രീ ഉം, എന്നോട് പറഞ്ഞു 3 ദിവസം നിങ്ങളിപ്പോ ഉം, പഠിക്കേണ്ട ആവശ്യമില്ല, വയസ്സാം കാലത്ത് എന്തിനാ പഠിക്കുന്നത്, ഉം, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. 3 ഉം, ദിവസം ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ലൈസൻസ് കിട്ടിയപ്പോൾ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, നിന്റെ പൈസ, നിന്റെ സാധനം, നിന്റെ ഭർത്താവിന്റെ സമ്മതം, ഉം, എനിക്ക് ഉള്ള അനുകൂലമായ സമയവും, അപ്പൊ എനിക്ക് ഉം. ലൈസൻസ് കിട്ടിയിട്ടോ. അങ്ങനെ ഒരാളോട് ഇങ്ങനെ മൈനസ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്ക് അതെ, വലിയ വെരി ഇതായി. ഗുഡ്. അതെ അതെ, അപ്പൊ മാമിനെ സംബന്ധിച്ചിടത്തോളം മാം മെന്റലി സ്ട്രോങ് അല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മാമിനെ ഇന്ന അതെ വ്യക്തി ഇങ്ങനെ പറയുന്ന സമയത്ത് നീ ലൈസൻസ് ഒന്നും എടുക്കാൻ പോകണ്ട, ആ, വയസ്സായ സമയത്ത് എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു തോട്ട് വരും. അപ്പൊ നമുക്ക് അവിടെ നെഗറ്റീവ് അതെ ആയിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു തോട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ആ, ഡൗട്ട് വരും. ഓക്കെ, എന്നെ കൊണ്ടത് പറ്റില്ലേ, എനിക്ക് ഇത്രയും വയസ്സായ കാലത്ത് അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ എന്നെ കൊണ്ടത് പറ്റില്ലേ, ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റില്ല, ഞാൻ ഫെയിൽ ആയി പോവും എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വന്ന് നമ്മൾ ആ ഒരു കാര്യം മെന്റലി സ്ട്രോങ് അതെ അല്ലാത്ത അതാണ് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സപ്പോർട്ട് വലിയ. ചെയ്യും. അതെ. ഉം. Yeah. പിന്നെ അതാണ് സാർ ഞാൻ വേറൊരു നേരത്തെ കാര്യം, പറഞ്ഞതിന്റെ എക്സാമ്പിൾ. വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഓ എക്സ്പെർട്ട് ആയ ഡ്രൈവർക്ക് ഇടയ്ക്ക് ഫോൺ ഉം. വന്നാൽ എടുത്താൽ തയ്യാറുണ്ടോ? കേട്ടില്ല. എക്സ്പെർട്ട് ആയിട്ട് കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഉം. ഈ ഫോൺ ഉം. എടുക്കുമ്പോൾ നമുക്ക് വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് തോന്നേ അയ്യോ അയ്യോ എന്നുള്ള ഒരു ഇത് തോന്നേ. ഫോൺ എടുക്കുമ്പം എനിക്ക് മനസ്സിലായില്ല, ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോന്ന് ഐ ഡ്രൈവ് മീൻ കാർ ചെയ്യുമ്പോ? ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്നോ? ആ ലീഗലി നോക്കുകയാണെങ്കിൽ പറ്റില്ല. ഞാനിപ്പോ ഇത് പറഞ്ഞു ഫോൺ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മെന്റലി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാം ഫോൺ യൂസ് ചെയ്തിട്ട് പോലീസോ പിടിച്ചിട്ടുണ്ടെങ്കിൽ മുനിവർ സാർ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. അല്ല ഇവിടെ ഒന്നും മെന്റലി നമുക്ക് നമ്മൾ മെന്റലി നമ്മൾ ചിന്തിക്കാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്യപ്പെടുകയും നമ്മുടെ സബ് കോൺഷ്യസ് അതെ മൈൻഡ് നമുക്ക് അറിയാം, നമുക്ക് എങ്ങനെ ഗിയർ ചേഞ്ച് എടുത്തൊന്നും നമ്മൾ അറിയാതെയാണ് നമ്മുടെ കൈയോടെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് അല്ലേ. ആ നമ്മുടെ അങ്ങനെ ആ നമ്മുടെ ഡിസ്ട്രാക്റ്റഡ് ആയി എന്ന് വിചാരിച്ചിട്ടോ ഫോൺ യൂസ് ചെയ്യുന്ന വിചാരിച്ചിട്ടോ പാട്ട് കേട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ബട്ട് ആ. ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. സോ മാം ഫോൺ യൂസ് ചെയ്യണ്ട. ഓക്കെ, സോ ഓക്കെ, നമുക്ക് നമ്മുടെ ഡ്രൈവർ ടോപ്പിക്കിലേക്ക് കിടക്കാം. മാത്രമാണ് കാണണം അല്ലേ? എങ്ങനെ? റോഡിൽ ഇറങ്ങിയാൽ എല്ലാവരും ഡ്രൈവർ മാത്രമാണ്. അതെ, എല്ലാവരും ഡ്രൈവർ മാത്രമാണ്. ഞാനിപ്പം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് മെന്റലി പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാം ഫോൺ യൂസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറുതെ റിസ്ക് ആവണ്ട കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, എങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാന്നുള്ളത് അല്ലേ. ഇതിന് കുറച്ച് മൈൻഡ് പവർ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് തന്നെയായിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന ടൂൾ. ഈ മെഡിറ്റേഷൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏകദേശം ടൈം ആയി, സോ നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്യുകയും ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മുടെ ഫോക്കസ് വേറെ ഏതെങ്കിലും ചിന്തകളിലേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ ആ ഒരു ഫോക്കസിനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് മെഡിറ്റേഷൻ. ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെയും അല്ലെങ്കിൽ നിങ്ങളത് ബ്രീത്തിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ മ്യൂസിക്കിനെ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ ഏതെങ്കിലും ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും നിങ്ങളുടെ തോട്ട്സ് ഏതെങ്കിലും രീതിയിൽ മാറിപ്പോവാന്നുണ്ടെങ്കിൽ, വേറെ ചിന്തകൾ നിങ്ങളിലേക്ക് വരാന്നുണ്ടെങ്കിലും തിരിച്ച് ആ ഒരു തോട്ട്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര കാം ആക്കാനും റിലാക്സ് ചെയ്യിപ്പിക്കാനും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും ഓവർ തിങ്കിങ്ങിനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ തോട്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനും മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നമ്മുടെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഒരുപാട് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നതിൽ നിന്ന് നമ്മളിത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മളതിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല അല്ലേ. റഫീഖ് സാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നു സാർ. അത് നല്ലൊരു അത് എന്താ പറയാൻ വാക്കുകളൊന്നുമില്ല. അടിപൊളിയായിരുന്നു. ഇത് കഴിയുമെങ്കിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡിംഗ് കാണണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ
അതെ, തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ മെഡിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം, അതെങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വർക്ക് ചെയ്യുന്നത്, അതിന്റെ സയന്റിഫിക് പരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. സോ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല, ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓക്കെ മാം, താങ്ക് യു. സോ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും അല്ലേ? ഓക്കെ. വിഷ്വലൈസേഷൻ എന്താണ്? വളരെ മാം എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന് പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് എനിക്ക് റെക്കോർഡ് സെഷൻ വേണം. ഓക്കെ, നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ മാം. വിഷ്വൽ ചെയ്യാൻ ഒരു റെക്കോർഡ് സെഷൻ അയച്ചു തരും. എന്തായിരുന്നു മാം? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം വിഷ്വൽ ചെയ്താൽ മതിയെന്നോ? അതെ, തീർച്ചയായിട്ടും വിഷ്വൽ ചെയ്താൽ മതി എന്നല്ല പറഞ്ഞത്. ആ അതെ, തീർച്ചയായിട്ടും. സോ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് നമ്മുടെ ബ്രെയിനെ വിശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനോട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ട്, അത് ഓൾറെഡി നമ്മൾ അച്ചീവ് ചെയ്തതായിട്ട് നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു ഫിലിം കാണുന്നത് പോലെ കാണുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. റിയൽ എന്താണ് ഫേക്ക് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള, ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു സബ് കോൺഷ്യസ് മൈൻഡിന് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് വഴി സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഇത് എൻ്റെ റിയൽ ലൈഫിൽ നടക്കുന്നതാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് എൻ്റെ എനർജി, എൻ്റെ ആക്ഷൻസ്, എൻ്റെ ഡിസിഷൻസ്, എൻ്റെ തോട്ട്സ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ എടുക്കാൻ കാരണം. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പാവല്ല സാറേ. സബ് കോൺഷ്യസ് മൈൻഡ് പാവാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നിങ്ങൾ അതിനെ വളരെ ക്രൂഷ്യൽ ആയിട്ട് എല്ലാവർക്കും പരിഹസിക്കാനും എല്ലാവർക്കും കുറ്റപ്പെടുത്താനും നാണം കെടുത്താനും വെറുതെ കൊല്ലാന്നൊന്നും അറിയാതെ. അതെ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പാവല്ല. അത് നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഇമ്പാക്ട് ചെയ്യും. മറിച്ച് നിങ്ങൾ അതിനെ ഇട്ട് കൊടുക്കും, സബ് കോൺഷ്യസ് മൈൻഡിന് ഇട്ട് കൊടുക്കുന്ന നല്ല സ്ഥലത്താണ്, നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്താണ്, നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതിന് കൊടുക്കുന്നതെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾക്ക് അതിന്റെ പവർ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. ഓക്കെ, യൂസ് ചെയ്യാൻ അറിയണം. യെസ്, അതാണ് അതിന്റെ റിയാലിറ്റി. ഞാൻ അതൊക്കെ അത് യൂസ് ചെയ്യാനുള്ള എന്താണെന്ന് പഠിച്ചിട്ടാണ്. എന്റെ ലൈഫ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ അതുവരെ എന്റെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് കൊണ്ടുവരാനുള്ള സഹായിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ, മൈൻഡ് എന്താണ്, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് കോൺഷ്യസ് മൈൻഡ്, എന്താണ് മൈൻഡ് പവർ ടൂൾ, ഇതെന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ്. സോ നിങ്ങൾക്കും നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ, തീർച്ചയായിട്ടും. അതെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്വലൈസേഷൻ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്താന്ന് പറഞ്ഞു. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ക്ലിയർ അല്ല എല്ലാവർക്കും? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് റിയൽ എന്താണ് ഫേക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് വഴി അത് റിയൽ ആണ് എന്നുള്ള രീതിയിൽ അത് നോട്ടീസ് ചെയ്യും. ഓക്കെ, സോ മൂന്നാമത്തെ നമ്മുടെ മൈൻഡ് പവർ ടൂളാണ്, നമ്മുടെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാനുള്ള, റീവയറിംഗ് ചെയ്യാനുള്ള മൈൻഡ് പവർ ടൂളാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മുടെ ഇന്ന് ഒരുപാട് നമ്മുടെ മോർണിംഗ് ടൈമിൽ തന്നെ നമ്മുടെ വെൽത്തിന്റെ അഫർമേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വെൽത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള അഫർമേഷൻസ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അഫർമേഷൻ എന്ന് പറയുന്നത്? നമ്മൾ നിരന്തരം നമ്മളിലേക്ക് കൊടുക്കുന്ന വാക്കുകളെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ദിവസം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടാവും? ഒരു ദിവസം ഞാൻ കൊള്ളില്ല, ഞാൻ മടിയാണ്, എന്നെ കൊണ്ടത് പറ്റില്ല, അവരൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു ദിവസം എത്ര രീതിയിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞു. 2 പ്രാവശ്യം പറയുന്നുള്ളൂ അല്ലേ? മാം ജെന്യൂൻ ആയിട്ട് മാമിന്റെ സത്യസന്ധത പറഞ്ഞു. മാം ആകെ 2 പ്രാവശ്യം പറയുന്നുള്ളൂ. എന്താണ് മാം 2 പ്രാവശ്യം എന്തൊക്കെയാണ് പറയാറ് മാം? മാം പോയി. എന്തായിരുന്നു? ഓക്കെ, സോ അതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 80% ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങനെ ഷേപ്പ് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. സോ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് റിപ്പീറ്റ്ലി നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. മറിച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള അഫർമേഷൻസ് കോൺഷ്യസ്ലി നമ്മൾ കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ എന്നോട് ഡെയിലി ഞാൻ പറയാണ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഞാൻ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ഭയങ്കര ആരുടെ മുമ്പിലും സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അഫർമേഷൻസ് ഞാൻ ഡെയിലി എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ
എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കും. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവും. അത് സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് ആരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് നിങ്ങളെ മുമ്പിൽ സെഷൻസ് എടുക്കുമ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എനിക്കൊരു കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് ആ ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനുള്ള ടൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ ടൂൾ എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി ചെയ്യാറുണ്ട് അല്ലേ? എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ദൈവത്തോട്, നന്ദി നമ്മുടെ പറയാം. പിതാവിനോട് നന്ദി പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്കുള്ള ചെറിയ കാര്യങ്ങളായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്കൊന്നും ഇല്ലല്ലോ, എനിക്ക് ഇല്ലാത്തതാണ് പ്രശ്നം, എനിക്ക് ഇല്ലാത്തതാണ് കൂടുതൽ, എനിക്ക് ഉള്ളതായിട്ടൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സെഷൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? എത്രയോ ആൾക്കാർക്ക് പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് പറ്റുന്നത് അല്ലേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് വേദന ഇല്ലാതെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എത്രയോ ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? ഇവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയ ആളാണ്. നമ്മൾ ഈ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുള്ള ഇത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദി പറഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ലോങ് ഉണ്ടാവുമോ? നമ്മൾ ഉള്ളതിനെ കുറിച്ച് നമ്മൾ നന്ദി പറയുമ്പോഴാണ് ഇല്ലാത്തത് നമുക്ക് പിന്നെയും പിന്നെയും കിട്ടുക എന്ന് നമുക്ക് പറയും അല്ലേ? അതുകൊണ്ട് നമ്മൾ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് അത് ഒബ്സർവ് ചെയ്ത് അതിന് ഗ്രേറ്റ്ഫുൾ ആകുക, അതിന് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് നന്ദി പറയാം. അതിന് വേണ്ടി ഡെയിലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഡെയിലി നിങ്ങളൊരു നോട്ടും ബുക്കും എടുത്തിട്ട് ഒരു മിനിമം ഒരു 3 പോയിന്റ്സ് എങ്കിലും മിനിമം ഒരു 10-20 ചെയ്യുക, അത്രയും ബെറ്റർ ആണ്. നിങ്ങൾ അത്രയും ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 പോയിന്റ്സ് എങ്കിലും ഡെയിലി ലൈഫിൽ നിങ്ങൾ നന്ദി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. കണ്ടിന്യൂസ്ലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കണ്ടിന്യൂസ്ലി മാറിയിട്ട് പോസിറ്റീവ് തോട്ട്സിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ ടൈം ഏകദേശം ആയി. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം 4 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് നമുക്ക് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാനുള്ള 4 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ആറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് നിങ്ങളുടെ ലൈഫ് സാർ ട്രാൻസ്ഫോം ആവും. അതിന്റെ കൂടെ ഫൊർഗീവ്നെസ് വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ടൂൾസും കൂടി പറയാൻ ബാക്കിയുണ്ട്. ഫോർഗീവ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ ജേർണലിംഗ് ഉണ്ട്, ഒരുപാട് ടൂൾസ് ഉണ്ട്. സോ നമുക്കിത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം നല്ല ലെങ്ത് ആവും. സോ ഇത്രയും ആൾക്കാർ, ചില ആൾക്കാർ ഫിക്സ് സാറൊക്കെ എൻ്റെ സെഷന് വേണ്ടിയുള്ള മൂപ്പര് തിരക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ട്. സാർ ഫോൺ നമ്പർ ഒന്ന് പറയും. ഫോൺ നമ്പർ ഓൾറെഡി എൻ്റെ സെഷനിൽ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തു. ഇതെന്തൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ക്ലിയർ അല്ല? അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി ആരാണ് പണിയെടുക്കേണ്ട? ആരാണ്? നമ്മളാണ്. നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടുമ്പോഴാണ് എൻ്റെ ഡ്യൂട്ടി അത് സക്സസ് ആയി എന്നുള്ളത് എനിക്ക് മനസ്സിലാകാം. നിങ്ങളൊരു നാളെ ആഴ്ച കഴിഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്യണം സാറ് പറയുന്ന പോലെ. തീർച്ചയായിട്ടും നിങ്ങളൊരു 1 മന്ത് അല്ലെ 2 മന്ത് ഒക്കെ കഴിഞ്ഞ് എന്നെ എവിടെയെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾ പറയും, ഓക്കെ സാർ അന്ന് പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇത്ര മാറ്റങ്ങളുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി, അല്ലെ ഞാൻ ഇത്ര കാര്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇത്ര പോസിറ്റീവായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. സോ അത് കേൾക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷം ഉണ്ടാകാം. സോ നിങ്ങൾ ജസ്റ്റ് ഇത് കേട്ടിരുന്നിട്ട് ഓക്കെ നിങ്ങളുടെ കാഷ്വൽ ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ലേണിങ്സ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിച്ചതിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾ പഠിച്ചതിനെ കൊണ്ട് യഥാർത്ഥ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ല? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ല? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ് ക്ലിയർ സാർ. ആണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇതില്? ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയോ? യൂസ്ഫുൾ, വെരി യൂസ്ഫുൾ സാർ. അടിപൊളി. അത് എക്സാമ്പിൾ ഒക്കെ അടിപൊളി. വളരെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. അടിപൊളി ക്ലാസ്. എന്തായിരുന്നു മാം? വണ്ടർഫുൾ ക്ലാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല?
വെരി യൂസ്ഫുൾ. ഓക്കെ, താങ്ക് യു. സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് എൻ്റെ സെഷൻ വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് നിങ്ങളെ വീഡിയോയിൽ നിങ്ങളെ കാണണം. കാണൂലേ? ഇത്രയും ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ വീഡിയോ മോഡിൽ വരണം. ഞാൻ ഇന്നത് ഫോഴ്സ് ചെയ്യാത്ത റീസൺ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെരി യൂസ്ഫുൾ സെഷൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ അത് ഫോഴ്സ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചെയ്യിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വെക്കരുത്. നിങ്ങളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ സെഷൻ, ഇതിന്റെ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അവർ അയച്ചു തരും. ഓക്കെ, ദെൻ താങ്ക് യു. അടുത്ത ക്ലാസ്സിന് കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ അടുത്ത ക്ലാസ്സിന്റെ അപ്ഡേറ്റ്സ് എന്തായാലും ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആകുക. നിങ്ങൾ മെയിൻലി നിങ്ങൾ ചെയ്യേണ്ട വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലപോലെ അറിയാം അല്ലേ? സോ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെയും കൂടി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഒരു 3 പേരെങ്കിലും നമ്മൾ കാരണം ആരെങ്കിലും ഒരാൾ നന്നായിക്കോട്ടെ. എന്തായിരുന്നു? ഓക്കെ, ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല രീതിയിലുള്ള ഒരു സെഷൻസ് കിട്ടണം. ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ലോ കോൺഫിഡൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും, നെഗറ്റീവായിട്ട് ചിന്തകളുള്ള ആൾക്കാരായിരിക്കും, ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പഠിക്കുന്നത്, എന്താണ് മൈൻഡ്, എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്, ഇതിന്റെ ബാക്കിലുള്ള ന്യൂറോ സയൻസ് എന്തൊക്കെയാണ്, ഇതിന്റെ ബാക്കിലുള്ള സയന്റിഫിക് ബയോളജിക്കൽ സൈഡ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അവർ പഠിക്കുന്നത് വഴി, ഈ സാധനം മൈൻഡ് പവറുള്ള അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വഴി, അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് വഴി അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അവർക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ സോ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് മിനിമം ഒരു 3 പേരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലീസിനെയോ ഷെയർ ചെയ്ത് കൊടുത്ത്, സെഷൻസ് ആണ് പുതിയ, ഇത് എൻ്റെ സെഷൻസിൽ മാത്രം പറഞ്ഞതല്ല, നാളെ മുതലുള്ള കാര്യമാണ്. ഓക്കെ, എല്ലാ സെഷൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഓക്കെ മാം, താങ്ക് യു. Thank you. Steve,